എൽദോസ് പതിവായി വരുന്ന വഴിയിൽ വെച്ചാണ് ആന ആക്രമിച്ചതെന്ന് പിതാവ് വർഗീസ്. രാത്രികാലങ്ങളിൽ ആനയെ കാണാറില്ലായിരുന്നു. പകൽ സമയം ഇടയ്ക്ക് കാണാറുണ്ടെന്നും വർഗീസ്. തൃശൂരിൽ സെക്യൂരിറ്റി ജോലി ചെയ്തു വരികയായിരുന്നു എൽദോസ്. മാസത്തിൽ 1-2 തവണയാണ് വീട്ടിലേക്ക് വരാറുള്ളതെന്നും സഹോദരി സ്വപ്ന പറയുന്നു. വിളിക്കാണ്ട് ചിലപ്പോൾ പുള്ളി വരും. എവിടെയാ ആൾക്ക് ജോലി? തൃശ്ശൂരായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് വന്നു. ഇതിൽ കൂടെ സ്ഥിരമായിട്ട് നടന്നു വരുന്ന വഴിയല്ലേ ഇത്? സ്ഥിരമായിട്ട് പുള്ളിക്ക് വരണ. ഇങ്ങനെ ആനയെ മുമ്പ് എങ്ങനെ ഇതുപോലെ കാണാറുണ്ടെന്നൊക്കെ പറയാറുണ്ടായിരുന്നോ? വല്ലപ്പോഴൊക്കെ കാണാറുണ്ട്. പകലൊക്കെ കാണാറുണ്ട്. രാത്രി വലിയ ശല്യമില്ലായിരുന്നു. പകലൊക്കെ അതിലേക്ക് ഓടിക്കണമൊക്കെ കേൾക്കാം. പകലും മറ്റേ റോഡിൽ കൂടി മറ്റേ കയറില്ല. രാത്രി ആയാലും റോഡിൽ കയറുള്ളൂ. എങ്ങനെയാന്നിട്ട് പിന്നെ വിവരം ആൾക്കാർ പറയുകയാണോ ചെയ്തത്? വിവരം ഞാൻ ഒരു 12 ആയപ്പോഴാണ് അറിഞ്ഞത്. ഒരു കുറേ 2 ആളുകളെ വന്നിട്ട് എൽദോസിൻ്റെ കൈയും കാലുമൊക്കെ തട്ടും മുട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരാന തട്ടിയാന്ന് പറഞ്ഞു. എല്ലാ ദിവസവും ഈ രാത്രി തന്നെയാണോ വരാറുള്ളത്? ഈ സമയത്താണ് പുള്ളി മാസത്തിലേക്ക് വരുള്ളൂ. മാസം 2 ആഴ്ച കഴിഞ്ഞ്, ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് അങ്ങനെയൊക്കെ വരുള്ളൂ. തൃശ്ശൂർ തന്നെയാണോ താമസം? തൃശ്ശൂർ അല്ലല്ല, ഇവിടെ അല്ല, ഇവിടേക്ക് വരുന്നത്. അപ്പോൾ എവിടെയാണ് താമസിച്ചായിരുന്നു? ജോലി കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും വരാറുണ്ടോന്ന്? ഇല്ലില്ല, മാസത്തിലൊക്കെ വരുള്ളൂ. അപ്പം എവിടെയാ ജോലി സ്ഥലത്ത്? അവിടെയാണോ താമസിച്ചിരുന്നത്? അവിടെ താമസിച്ച പണിയായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്കാണ് ഇത് അല്ലേ? അവിടുന്ന് ഇങ്ങോട്ട് ഏതാണ്ട് 1 കിലോമീറ്ററൊക്കെ ഉള്ളൂ അല്ലേ? അവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. സ്ഥിരമായിട്ട് വരുന്ന വഴിയാണ്. അവൻ 10-20 വർഷം ഞങ്ങളിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷമായി. അവൻ നടന്നാ വരുന്നത്. ഇന്നും നടന്നാ വരുന്നത്. ജോലി കഴിഞ്ഞ് താമസിച്ച് വരുമ്പോൾ നടന്നാ വരുന്നത് എന്നും. എവിടെയാ ശരിക്കും ജോലി? അവൻ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി ആയിട്ട് പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ തൃശ്ശൂരായിരുന്നോ? തൃശ്ശൂരായിരുന്നു. ആദ്യം കിറ്റെക്സിലായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വന്നപ്പോൾ പിന്നെ സെക്യൂരിറ്റി ആയിട്ട് എല്ലാ സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്നാണ് ഇപ്പോൾ വന്നേ. അവിടെ താമസിച്ച് ജോലി ചെയ്യണോ അതോ എല്ലാ ദിവസവും ഇങ്ങനെ വരാറുണ്ടോ? എല്ലാ ദിവസവും വരാറില്ല. 1 മാസം 2 മാസം കൂടുമ്പോഴാണ് വരുന്നത്. അങ്ങനെ വരുന്നത്. ക്രിസ്മസിന് വന്നാന്ന് തോന്നുന്നു. വിളിച്ചു പറയാതെ വന്നേ അപ്പച്ചനോട്. ഇതുപോലെ ആനയൊക്കെ കാണുന്ന മുമ്പേയൊക്കെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പറയാറുണ്ടോ? ആനേനെ കാണാറുണ്ട്. അങ്ങനെ ഉപദ്രവിക്കാറില്ല. ആദ്യമായിട്ടാണ് ഉപദ്രവിക്കുന്നത്. ഇന്നലെ ഇപ്പം എങ്ങനെ ആള് വരുമ്പോൾ എങ്ങനെയാ വിവരം അറിഞ്ഞത് നിങ്ങൾ? ഞങ്ങൾ ലൈവ് ഉണ്ടായിരുന്നു ഫോണിൽ. അപ്പോൾ ഫോണിൽ ലൈവ് കണ്ടപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ക്ലാശ്ശേരിയിൽ ആരോ ഇങ്ങനെ എന്തോ പറ്റിയിട്ടുണ്ടല്ലോ, ആരാന്ന് വിളിച്ചു അന്വേഷിക്കുമെന്ന്. അങ്ങനെ അറിഞ്ഞു വന്ന്. എവിടെയാണ് താമസിക്കുന്നത്? മലയിഞ്ചി, തൊടുപുഴ മലയിഞ്ചി. അറിഞ്ഞിട്ട് ഇന്നലെ രാത്രി തന്നെ വന്ന്. ഫാമിലിയിൽ മറ്റാരൊക്കെയാണ് ഉള്ളത്? എനിക്ക് അപ്പച്ചനും അമ്മച്ചും ഞാനും ആങ്ങളേ ഉള്ളൂ. വേറെ ആരുമില്ല. ഒരു മോന. ഈ വീട്ടിലപ്പോൾ അവർ 3 പേരെ താമസിച്ചായിരുന്നു? ഒരു പുള്ളി, അവർ 2 പേരെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ താമസമായിട്ട് കുറേ വർഷമായോ? 20 വർഷമായി. 20 വർഷമായി താമസിക്കാറായിട്ട്.